ആരോഗ്യമന്ത്രി വീണ്ടും മാധ്യമങ്ങളെ കാണുകയാണ്. നിപ്പ ഭീതി സംബന്ധിച്ചുള്ള വിവരങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാനാണ് വാർത്താസമ്മേളനം. നേരത്തെ സംസ്ഥാനം നിപ്പ എന്നത് സ്ഥിരീകരിച്ചിരുന്നു. മലപ്പുറം ജില്ലയിൽ നിന്ന് നിപ്പ സസ്പെക്ട് ചെയ്ത 14 വയസ്സുള്ള കുട്ടിയുടെ സാമ്പിൾ ഫലം NIV പൂനെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അത് നിപ്പ പോസിറ്റീവാണ്. ഇപ്പോൾ ആ സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇതിനനുസരിച്ചിട്ടുള്ള, ഞാൻ നേരത്തെ മീറ്റിംഗിന് ശേഷം സൂചിപ്പിച്ചതുപോലെ, ഇതിനനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ, പ്രത്യേകിച്ച് കോൺടാക്ട് ട്രേസിംഗ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൈറിസ്ക് കോൺടാക്ട്സിലുള്ള അല്ലെങ്കിൽ ലോ റിസ്ക് ഈ കോൺടാക്ട്സിലുള്ള എല്ലാവരും തന്നെ നമ്മൾ കണ്ടെത്തപ്പെടുന്നുണ്ടെന്നുള്ളതും ഹൈറിസ്ക് കോൺടാക്ട്സിലുള്ളവരുടെ സാമ്പിൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ സാധാരണ എപ്പിക് സെന്റർ വെച്ച് 3 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ രീതി ഉണ്ടാകും. അത് സംബന്ധിച്ചിട്ടുള്ള മറ്റ് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഒക്കെ പങ്കെടുത്തിട്ടുള്ളൊരു മീറ്റിംഗ് ചേരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും. ആ കാര്യങ്ങളെക്കുറിച്ചിട്ട് പിന്നീട് വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കും. അപ്പോൾ പൊതുവിൽ നമുക്ക് ജില്ലയിൽ എല്ലാവരും ഒരു ജാഗ്രത പുലർത്തണം. മാസ്ക് ധരിക്കണം, പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണം എന്നുള്ളതും, ഹോസ്പിറ്റലുകൾ പരമാവധി സന്ദർശിക്കാതെ ഇരിക്കുക. ഹോസ്പിറ്റലിൽ രോഗമായി കിടക്കുന്ന നമ്മുടെ ബന്ധുക്കളെ, സുഹൃത്തുക്കളെയൊക്കെ സന്ദർശിക്കാൻ ഈ ഒരു സമയം അതിനുപയോഗിക്കാതെ ഇരിക്കുക. ഹോസ്പിറ്റലിൽ ആവശ്യമുള്ളവർ മാത്രം പോവുക. ഹോസ്പിറ്റലുകളിൽ ആരോഗ്യ പ്രവർത്തകർ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ പാലിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം ബഹുമാനപ്പെട്ട CM മുഖ്യമന്ത്രി ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പൊതുവായി സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുമുണ്ട്. ഓക്കെ. മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നു. സംസ്ഥാനത്ത് 5ാമതും നിപ്പ സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ്. ചികിത്സയിലായിരുന്ന 14 വയസ്സുള്ള കുട്ടിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൺട്രോൾ റൂം തുറന്നിരിക്കുന്നു. നേരത്തെ സംസ്ഥാനത്ത് നടത്തിയ പരിശോധനകളിലും നിപ്പ സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഔദ്യോഗിക ഫലം വരാൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ പൂനെ പരിശോധനയിലും നിപ്പ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇവിടെ ചേരുന്നത് അതിപ്പോ തന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ ആ കാര്യങ്ങൾ കൂടി ഇന്നത്തെ അത് നാളെ ആകുമ്പോൾ കൂടുതൽ വിപുലപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്ന് കിട്ടുന്ന കോൺടാക്ട്സിലുള്ള ആളുകളെ കൂടി കണ്ടെത്തി അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തിയിട്ട് കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഡേറ്റയുള്ളത്. അതിന്റെ കൂടി ഉൾപ്പെടെ ആയിരിക്കാം ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് വാർത്താക്കുറിപ്പ് കൂടി നൽകാം. ഓക്കെ. ഉണ്ട്. കോൺടാക്ട്സിലുള്ളവർ വരും. പൊതുവിൽ ജാഗ്രത പുലർത്തണം എന്നുള്ളത് തന്നെയാണ്. അതെ, അത് കൺഫേം ചെയ്തിട്ടില്ല. നമ്മൾ അതൊരു കൺഫേം ചെയ്തതിന് ശേഷം അടുത്ത ബന്ധുക്കളോട് സംസാരിച്ചപ്പോൾ ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ആ ഒരു ദിവസം നോക്കി എന്നാണ് ഇൻഫെക്റ്റഡ് ആകാൻ സാധ്യതയുള്ളത് എന്നുള്ളത് നോക്കി നമുക്ക് പനി ലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങൾ വന്നതിന് ഇത്ര ദിവസം മുൻപ് എന്നുള്ളത് കണക്കാക്കിക്കൊണ്ട് നോക്കി ആ ഒരു കാലപരിധിക്കുള്ളിൽ എവിടെ യാത്ര പോയിട്ടു. അപ്പോൾ ഒരു 3 മാസം മുൻപ് യാത്ര പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഇതിന്റെ ഭാഗമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ശരി. മലപ്പുറത്ത് 14 വയസ്സുള്ള കുട്ടിക്ക് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പൂനെ പരിശോധനയിലും പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള പരിശോധനയിലും നിപ്പ എന്ന് സ്ഥിരീകരിക്കുന്നു. അതുകൊണ്ടാണ് ഔദ്യോഗികമായ സ്ഥിരീകരണം ഇപ്പോൾ പുറത്തുവരുന്നത്. നേരത്തെ സംസ്ഥാനത്ത് നടത്തിയ പരിശോധനയിൽ നിപ്പ എന്ന് സ്ഥിരീകരിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്താക്കുറിപ്പ് ഉടൻ ഇറക്കും എന്നതാണ് ആരോഗ്യമന്ത്രി സൂചിപ്പിക്കുന്നത്. കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കുട്ടി 3 മാസം മുൻപാണ് യാത്ര പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ യാത്രയിലായിരിക്കില്ല ഈ വൈറസ് കുട്ടിയുടെ ദേഹത്തിൽ എത്തിയത് എന്നതാണ് ആരോഗ്യമന്ത്രി സൂചിപ്പിക്കുന്നത്. ഇനി പനി എപ്പോൾ സ്ഥിരീകരിക്കുന്നു, രോഗലക്ഷണങ്ങൾ എപ്പോൾ കണ്ടു എന്നത് വെച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയായിരിക്കും എവിടെ നിന്നാണ് കുട്ടിയിലേക്ക് വൈറസ് എത്തിയത് എന്ന കാര്യത്തിലൊക്കെ സ്ഥിരീകരണം ഉണ്ടാവുക. കൂടുതൽ സ്ഥിരീകരണം അക്കാര്യത്തിൽ ആവശ്യമുണ്ട്. പക്ഷേ യാത്രയ്ക്കിടയിലല്ല എന്ന കാര്യം മന്ത്രി പറയുകയാണ്.
പക്ഷേ എവിടെ നിന്ന് കുട്ടിയിൽ വൈറസ് എത്തി എന്നതിന്റെ അതിന്റെ സ്രോതസ് എവിടെ എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ്. 5ാമതും സംസ്ഥാനത്ത് നിപ്പ സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. 14 വയസ്സുള്ള കുട്ടിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കുട്ടി ഇപ്പോൾ അതീവ ഗുരുതര അവസ്ഥയിൽ ചികിത്സയിലാണ്. കുട്ടിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. CB അനുമോദ് അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുന്നു. പൂനെ പരിശോധനയിലും നിപ്പ എന്ന് സ്ഥിരീകരിക്കുന്നു. എന്തൊക്കെയാണ് അടുത്ത നീക്കങ്ങൾ? ആരോഗ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, കുട്ടിയെ കോഴിക്കോട്ടേക്ക് മാറ്റാൻ തന്നെയാണോ തീരുമാനം? രേണുക, നിപ്പ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പൂനെ വൈറോളജി ലാബിലെ ഫലം അല്പസമയം മുമ്പാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനമാണ് മന്ത്രി നടത്തിയത്. ആശങ്കപ്പെട്ട പോലെ തന്നെ മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. ഇനി തുടർ നടപടികൾ എന്താണ് എന്നുള്ള കാര്യത്തിലാണ് ആലോചന യോഗം ചേരുന്നത്. പ്രധാനമായിട്ടും കുട്ടിക്ക് രോഗം എവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യമാണ് ആദ്യം അന്വേഷിക്കുക. നേരത്തെ ആ യാത്രയിൽ ഉണ്ടായതല്ല എന്ന സൂചനകളാണ് മന്ത്രി നൽകിയിട്ടുള്ളത്. പക്ഷേ അതിൽ കൂടുതലായിട്ട് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു അന്വേഷണവും അല്ലെങ്കിൽ അതിന്റെ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് കുട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുക എന്നുള്ളതാണ്. ആ കുട്ടിയുടെ കൂടെ സ്കൂളിൽ ഉണ്ടായിരുന്നവർ, അതുപോലെ തന്നെ കുട്ടിയെ പരിചരിച്ചവർ, വീട്ടിലുള്ളവർ, ആശുപത്രിയിലുള്ളവർ, മറ്റ് സ്റ്റാഫ്, അത്തരത്തിൽ ഈ കുട്ടിയുമായി ഏറ്റവും അടുത്തിടപഴകിയ ആളുകളുടെ സമ്പർക്ക പട്ടിക ഇതിനോടകം തയ്യാറാക്കിയിട്ടുണ്ട്. അവരെല്ലാം നിരീക്ഷണത്തിലാണ്. ഇനി അവരുടെ സാമ്പിളുകൾ പരിശോധിക്കേണ്ട സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു രോഗം സ്ഥിരീകരിച്ച ഈ പാണ്ടിക്കാട് ഈ രോഗം സ്ഥിരീകരിച്ചതിന് 3 കിലോമീറ്റർ ചുറ്റളവിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ലഭ്യമാവുന്ന കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോകുന്നു. അനുമോദ്, ഇതിൽ ആരോഗ്യമന്ത്രി സൂചിപ്പിച്ചു മാസ്ക് ധരിക്കണം എന്നുള്ള കാര്യം സൂചിപ്പിച്ചു. ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ അത് ഹോസ്പിറ്റലുകളിൽ പാലിക്കണം എന്ന കാര്യം പറയുന്നു. ഇതൊക്കെ ഏതൊക്കെ സ്ഥലത്ത് എത്ര കിലോമീറ്ററിനുള്ളിലാണ് ഈ നിർദ്ദേശം?